Next is the other members of the solar system. So we have already discussed the planets, member of the solar system. These are the other members of the solar system. In our solar system there will be a Earth and some planets and also stars, and also some others will be presented in our solar system like asteroids, comets, meteors and meteorites. All will be present in, and satellites, artificial satellites, natural satellites, all will be present in our solar system. So here first one is asteroids. What is asteroids? Asteroids are the large gap in between the orbit of a Mars and Jupiter. The orbit of Mars and Jupiter, there will be a belt of rock. Rock will be present in the between the gap of the Mars and Jupiter. So here this is the Mars and this is the Jupiter. There will be a belt of rock. ഒരു ബെൽറ്റ് പോലെ കാണുന്ന രീതിയിലുള്ള ഒരു റോക്സ് നമുക്ക് കാണാം. That is the asteroids. അപ്പോൾ മാർസിനും ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റിൻ്റെ ഇടയിൽ അതൊരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഗ്യാപ്പിലുള്ള ബെൽറ്റ് ഓഫ് റോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആസ്ട്രോയിഡ്സ്. See in your textbook there will be a figure in your textbook. Asteroid figure is given in your textbook, figure 17.25. Okay, there will be a asteroid belt, that is the asteroids. Asteroids can only be seen by telescope. ടെലസ്കോപ്പ് വെച്ചിട്ടേ നമുക്ക് ആസ്ട്രോയിഡ്സിനെ നമുക്ക് എന്ത് കാണാൻ സാധിക്കത്തുള്ളൂ. Then next is comets. Comets also present in our, it is also a part of a solar system. Comet is also a part of a solar system. In comets are also the body, but they are revolve the sun in a highly elliptical orbital. ഒരു ഇത് സണ്ണാണ്, ദിസ് ഈസ് ദ സൺ. ഹൈലി എലിപ്റ്റിക്കൽ ഓർബിറ്റഡ് ആയിട്ടായിരിക്കും എന്ത് കോമറ്റ്സ് അവിടെ കറങ്ങുന്നത്. ഹൈലി എലിപ്റ്റിക്കൽ ഓർബിറ്റഡ് ആയിട്ടായിരിക്കും അത് കറങ്ങുന്നത്. സൺ ഇവിടെയാണെങ്കിൽ സപ്പോസ് സംടൈം ഇറ്റ് ഈസ് പാസസ് നിയറർ ദ സൺ, സംടൈം ഇറ്റ് ഈസ് ഫാർ അവേ ഫ്രം ദ സൺ. കോമറ്റ്സ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ദ ഹാവ് സം ടെയിൽ. ഈ രീതിയിലാണ് കോമറ്റ്സ്. സീ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ വിൽ ബി എ ഫിഗർ ഈസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. കോമറ്റ്സ് എന്ന് പറഞ്ഞാൽ കോമറ്റ്സ് ആർ ഓൾസോ മെമ്പേഴ്സ് ഓഫ് അവർ സോളാർ സിസ്റ്റം. ദേ റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ എ ഹൈലി എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഹൈലി എലിപ്റ്റിക്കൽ ഓർബിറ്റലായിട്ടാണ് കോമറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് സണ്ണിന് ചുറ്റും. ദെൻ ഹൗവർ ദെയർ പീരീഡ് ഓഫ് റെവല്യൂഷൻ അറൗണ്ട് ദ സൺ ഈസ് യൂഷ്വലി വെരി ലോങ്. പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ലോങ് ആയിരിക്കും, ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും അത് റൗണ്ട് ചെയ്യുന്നത്. ആൻഡ് comet appears generally as a bright head with a long tail. Bright head with a long tail. ഒരു ബ്രൈറ്റ് ഹെഡ് ആയിരിക്കും ആൻഡ് വിത്ത് എ ലോങ് ടെയിൽ. ഒരു ടെയിൽ ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ടെയിൽ ഈസ് എവേ ഫ്രം ദ സൺ. സണ്ണിന് എന്താണ് അപ്പുറത്തായിട്ടായിരിക്കും, ഡയറക്റ്റ് ആയിരിക്കില്ല. ദ ടെയിൽ ഓഫ് ദ കോമറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് എവേ ഫ്രം ദ സൺ. സണ്ണിൽ നിന്നും എന്താണ് ബാക്ക് സൈഡിലായിരിക്കില്ലേ ടെയിൽ എന്ന് പറയുന്നത്. സണ്ണിൻ്റെ അടുത്തല്ലല്ലോ, സണ്ണിൻ്റെ അടുത്തോട്ടല്ലായിരിക്കും അതിൻ്റെ ടെയിൽ, എവേ ഫ്രം ദ സണ്ണിലായിരിക്കും അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വെൻ ദ കോമറ്റ് ഈസ് അപ്രോച്ചിങ് ദ സൺ ദ ലെങ്ത് ഓഫ് ദ ടെയിൽ ഈസ് ഇൻക്രീസസ്. വെൻ ദ കോമറ്റ്സ് ഈസ് അപ്രോച്ചിങ് ദ സൺ, സണ്ണിനടുത്തോട്ട് ഈ കോമറ്റ്സ് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടെയിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സണ്ണിൽ നിന്ന് അകന്ന് പോകുന്തോറും ടെയിൽ എന്ന് പറയുന്നത് എന്താണ്, കുറഞ്ഞു വരും. അപ്പോൾ സണ്ണിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ദ ടെയിൽ ഓഫ് ദ കോമറ്റ്സ് വിൽ ബി ഇൻക്രീസസ്. ഫാർ അവേ ഫ്രം ദ സൺ ദ ടെയിൽ വിൽ ബി ഡിക്രീസസ്. അപ്പോൾ അപ്രോച്ചസ് ടു ദ സൺ, ദ കോമറ്റ്സ് വിൽ ബി അപ്രോച്ചസ് ദ സൺ, ദ ടെയിൽ ലെങ്ത് വിൽ ബി ഇൻക്രീസസ്. ഫാർ അവേ ഫ്രം ദ സൺ ദ ടെയിൽ ലെങ്ത് വിൽ ബി ഡിക്രീസസ്. സോ ഇറ്റ് ഓൾസോ seen like sometimes in our sky. നമ്മുടെ സ്കൈനകത്ത് നമുക്ക് ചില സമയത്ത് കാണുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് കോമറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ കോമറ്റ്സ് ഈസ് ഹേലി വാലി കോമറ്റ്. ഹേലി വാലി കോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമറ്റ്സ് ഉണ്ട്. ഹേലീസ് കോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമറ്റ് ഉണ്ട്. ഹേലീസ് കോമറ്റ്. ദാറ്റ് കോമറ്റ് ഈസ് കം in 76 years.
76 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹേലി വാലി കോമറ്റ് വരുന്നുള്ളൂ. ലാസ്റ്റായിട്ട് ഹേലി കോമറ്റ് വന്ന ഇയർ എന്ന് പറയുന്നത് ഏതാണ്? 1986 ലാസ്റ്റായിട്ട് ഹേലി കോമറ്റ് വന്നിട്ടുള്ളത്. അതിനുശേഷം 76 years, after 76 years only the Halley comet will be appears in our sky, in our solar system. നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്ത് ഹേലി കോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് 1986 വന്നിട്ടുള്ളത്. അതിനുശേഷം 76 years കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹേലി കോമറ്റ് will be appears in our solar system. Then next is meteors and meteorites. What is meteors? What is mean by meteorites? So sometimes in our sky we can see like a street like structures. ഈ രീതിയിലുള്ള ഫോർമേഷൻ നമുക്ക് ചില സമയത്ത് നമ്മുടെ എന്താണ് സ്കൈനകത്ത് നമുക്ക് കാണാൻ സാധിക്കില്ലേ? സ്ട്രീക്ക് ഓഫ് ലൈറ്റ് പോലെ കാണപ്പെടുന്ന ഈ രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കില്ലേ? ദാറ്റ് ഈസ് എ meteors. What is meteors? Meteors are commonly known as the shooting star and it is also known as a shooting star. Shooting star എന്ന് വിളിക്കുന്ന കാരണം നമ്മളൊരു പോയിന്റിനകത്തോട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ഈ രീതിയിലുള്ളൊരു ഫോർമേഷൻ ആണല്ലേ. അപ്പോൾ therefore we can call it as shooting star. ഇതെങ്ങനെയാണ് റീച്ച് ചെയ്യുന്നത്? where the meteorites will be reaches? We know that in our earth the meteors will be a large rocks and dust and rocks, and it is seen like a large rocks, and it will be reaches our earth due to the friction of it will be pulls. The earth will be pulls the meteors due to the gravity, and when the meteors will be reaches our earth due to the friction it will be reaches out. So the comets are also the body, but they revolve around the sun in a highly elliptical ആയിട്ടാണ് കോമറ്റ്സ്. ഇവിടെ നമ്മളെന്താണ് sun, this is the sun, and it will be see like this, and it has the comets will be has a bright head and one tail. When we the comets will be approaches to the sun, സണ്ണിൻ്റെ അടുത്തിലൂടെ കോമറ്റ്സ് പോകുമ്പോൾ the tail of the comets will be increases. അപ്പോൾ ഇതിൻ്റെ വലുപ്പം എന്താണ് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ സണ്ണിൻ്റെ അടുത്തൂടെയാണ് ഈ കോമറ്റ്സ് എന്താണ് അടുത്തോട്ട് എത്തുന്തോറും ടെയിൽ എന്ന് പറയുന്നത് ടെയിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് എടുക്കും. ഫാർ അവേ ഫ്രം ദ സൺ ഇറ്റ് വിൽ ബി ഡിക്രീസസ്. ദ ലെങ്ത് ഓഫ് ദ കോമറ്റ്സ് വിൽ ബി tail will be decreases. These are the topics. Then next after there will be one special comet, that is Halley's comets can be seen in 76 years. 76 വർഷങ്ങൾക്ക് ശേഷമേ നമുക്ക് ഹേലി കോമറ്റ്സ് കാണാൻ സാധിക്കുള്ളൂ. ലാസ്റ്റ് വി ക്യാൻ സീ ദ ഹേലി കോമറ്റ്സ് ഇൻ 1986 ലാസ്റ്റ് വി ക്യാൻ സീ ദ ഹേലി കോമറ്റ്സ്. ദിസ് ഹേലി കോമറ്റ്സ് വി ക്യാൻ സീ ഇൻ 1986. After the 76 years only we can see the comets. Okay, so next one is meteors and meteorites. What is meteors and meteorites? So in the night, at the night when the sky is very clear, there will be no moon is present in the sky, we can see bright streaks of light. Some bright streaks of light. സ്കൈ നന്നായിട്ട് ക്ലിയർ ആയിട്ടിരിക്കുമ്പോൾ നൈറ്റിനകത്ത് ചില സ്ട്രീക്സ് ഓഫ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? സ്ട്രീക്സ് ഓഫ് ലൈറ്റ് ദിസ്, ഈ രീതിയിലുള്ള സ്ട്രീക്സ് ഓഫ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് എ meteors. That streaks of light is known as the meteors, and it is also known as the shooting stars. What is mean by meteors? Meteors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
ദിസ് കോമൺലി നോൺ ആസ് ഷൂട്ടിംഗ് സ്റ്റാർസ്. ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് വിളിക്കും. കാരണം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിന്റ് ബുള്ളറ്റ് പോയിട്ടുള്ള ആ രീതിനെയാണ് നമ്മൾ ബുള്ളറ്റ് പോയിട്ടുള്ള ഇതിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ വല്ല അരിയോ എന്തെങ്കിലും നികത്തിയിട്ടിട്ട് അതിലൂടെ ബുള്ളറ്റ് പാസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എന്താണ്, നമുക്കിങ്ങനെ നേരെ രീതിയിലുള്ള ലെങ്ത് ആയിട്ടുള്ളൊരു പാത്ത് നമുക്ക് കാണാം അല്ലേ. അതുപോലെ തന്നെയാണ് മീറ്റിയോസ് സ്കൈയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്ട്രീക്സ് ഓഫ് ഷൂട്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് മീറ്റിയോസ്, വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് മീറ്റിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, a meteor is usually a small object that is occasionally enters the atmosphere, earth atmosphere. It is a small object and it will be reaches the atmosphere of the earth. In the atmosphere there will, sir, some friction will be occur with the gravity of the earth. The meteors will be reaches the pull the earth, then it will be streaks and it enters the earth atmosphere. At the time it has very high speed. വളരെ ഹൈ സ്പീഡിൽ വന്നിട്ട് ചെറിയ സ്മോൾ ഒബ്ജക്റ്റ് ആണെങ്കിലും ഹൈ സ്പീഡിൽ വന്ന് അറ്റ്മോസ്ഫിയറിനകത്ത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ അതെന്താണ് പുറത്ത് തള്ളി ഇറ്റ് വിൽ ബി ഹിറ്റ്സ് ചെയ്യും. എർത്ത് എന്താണ് ഇതിനെ ഹിറ്റ്സ് ചെയ്യും. അപ്പോൾ നമുക്ക് കാണുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീറ്റിയോസ്. ഹിറ്റ്സ് ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും അത് ബാക്ക് ചെയ്ത് പോകുന്നത് ഈ രീതിയിലായിരിക്കും. ഷൂട്ടിംഗ് സ്റ്റാർസ് ആയ രീതിയിലായിരിക്കും അത് പോവുക. അപ്പോൾ ഉള്ളതിനെയാണ് നമ്മൾ ദാറ്റ് ഈസ് നോൺ ആസ് ദ മീറ്റിയോസ്. ദെൻ സംടൈംസ് ഇഫ് ഇറ്റ് ഈസ് റീച്ചസ് ദ എർത്ത് ഇറ്റ് ഈസ് കോൾഡ് meteorites. Sometimes it will be reaches the earth due to no friction and it will be reaches the earth. എർത്തിനകത്ത് റീച്ച് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ദ മീറ്റിയോറൈറ്റ്. ദാറ്റ് ഈസ് നോൺ ആസ് ദ മീറ്റിയോറൈറ്റ്സ്. എർത്തിൽ നിന്ന് ഹിറ്റ്സ് ചെയ്ത് പോകുന്നതിനെ മീറ്റിയോസ് എന്നും എർത്തിനകത്ത് റീച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീറ്റിയോറൈറ്റ്സ് എന്നും പറയുന്നത്. അപ്പോൾ മീറ്റിയോറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, sometimes the friction due to the atmosphere heats up, glows and evaporates quickly. That is why the bright streak lasts for a very short time. But a short time we can see a bright streak stars, that are the meteors. Then after some meteors are large and so they can reach the earth before the evaporate completely. എർത്തിലുള്ള ഇവാപറേഷൻ കംപ്ലീറ്റ് ആവാത്ത സമയത്ത് some large meteors will be enter into this earth and that meteors is known as the meteorite. Okay, these are the meteorites and meteors. Next we will discuss the artificial satellite. What is mean by artificial satellite? Artificial satellite is a man-made satellite. മനുഷ്യനിർമ്മിതമായിട്ടുള്ള സാറ്റലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. വി നോ ദാറ്റ് in the earth there will be one satellite is presented in our earth, that is the moon is our satellite of earth. So the moon is a natural satellite. Moon is not will be made by humans. Human made ചെയ്തിട്ടുള്ളതല്ല എന്തെന്ന് പറയണത് മൂൺ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഓൾവേസ് ദർ. അത് അവിടെ തന്നെ ആദ്യം മുതലേ ഉള്ള സോളാർ സിസ്റ്റത്തിനകത്ത് ആദ്യം മുതലേ പ്രസൻറ്റഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത് മൂൺ എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ ദ മാൻ മെയ്ഡ് സാറ്റലൈറ്റ്. ഇറ്റ് വിൽ ബി മേഡഡ് ബൈ human beings. We know that in our country, in our India also, there will be so many artificial satellites will be launched into our earth to our solar system. നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്ത് ഒരുപാട് എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തത് നിങ്ങൾക്ക് കാണാം അല്ലേ. സയൻറ്റിസ്റ്റ് ISRO സെൻറ്ററിൽ നിന്ന് ഒരുപാട് ലോഞ്ച് ചെയ്തിട്ടുള്ളത് പോലത്തുള്ള സാറ്റലൈറ്റ്സ് നമുക്ക് കാണാം. ദ ഫസ്റ്റ് സാറ്റലൈറ്റ്സ് വിൽ ബി ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ ഈസ് ദ ആര്യഭട്ട artificial satellite. First artificial satellite, Aryabhatta is the first artificial satellite. Okay, first Indian artificial satellite is the Aryabhatta is the, then after that some other satellites will be also launched in the solar system. They are INSR, INSAT, INSAT, IRS, then Kalpana 1, then
next one is EduSat. These are the other form of artificial satellites will be launched into our solar system. In India, we have launched this type of artificial satellites into our solar system. So artificial satellites are the man-made satellites. Okay, that is the artificial satellites. It will be help to many practical applications. It will be help for telecommunication between to our solar system and it will be help so many information will be getting to our solar system. നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്തുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് എന്താണ് ഈ പോലുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നമുക്ക് തരാറുണ്ട്. ആൻഡ് റിമോട്ട് സെൻസിങ് മെത്തേഡ്സിനും ആൻഡ് ദേ ആർ ഓൾസോ യൂസ്ഡ് ഫോർ ടെലികമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടൊക്കെ ദീസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് വിൽ ബി ഹെൽപ്പ് us ഫോർ. ഓക്കെ, സോ ദീസ് ആർ ദ ടോപ്പിക്സ് ഓഫ് chapter the stars and the solar system. The chapter is over. If you have any doubt, you can ask me. Okay, then okay, thank you.